സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയായിട്ട് പല വ്യായാമ മുറകൾ ചെയ്യുകയാണ്. ചെയ്യുമ്പോഴും ചന്ദ്രമതിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രുതിയോട് പറയുന്നു, എനിക്കിത് വേണ്ട, ചെയ്യാൻ ഇല്ല അമ്മ, ഇത് ചെയ്താലേ പറ്റുള്ളൂ, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതിയെ വിളിച്ചിട്ട് എനിക്കൊരു നല്ലൊരു കോഫി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ മിറ്റം തൂത്തിട്ട് കോഫി മതിയോ, നീ മിറ്റം തൂക്കുന്നവരെ ഞാനിവിടെ കാത്തിരിക്കണോ എന്നും ചോദിച്ചും കൊണ്ട് അങ്ങോട്ട് വഴക്ക് കൊടുത്തേട്ടാ. ഇല്ല, ഇപ്പോൾ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നല്ലൊരു കോഫി കൊണ്ടു കൊടുത്തേട്ടാ. കൊണ്ടുകൊടുത്തിട്ട് രേവതി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ വായിൽ ഒരു മുറുക്ക് ഇങ്ങനെ കുടിച്ചിട്ട് ഉടൻ തന്നെ അങ്ങ് തുപ്പിയിട്ട് ആ ഗ്ലാസ്സിനോ ചായയോടോ എല്ലാം എടുത്തങ്ങ് തറയിലെടുത്ത് ഒഴിക്കുകയാണ്. ഒഴിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, രേവതിയോട് നിൽക്കെവിടെയെന്ന് പറയുന്നുണ്ട്. രേവതി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. തിരിഞ്ഞ് നോക്കിയപ്പോൾ കൊടുത്ത കോഫി അങ്ങ് തറയും. എന്താണ് ഇത് കാണിച്ചേക്കുന്നത്? ഇത് കോഫിയാണ് അമ്മേ, അമ്മയ്ക്ക് ശരീരവേദന എന്നൊക്കെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ചുക്കും ഇതൊക്കെ ഇട്ടിട്ടുള്ള കോഫിയാണ്, മധുരം ഇട്ടിട്ടുണ്ട്. നീ മധുരം ഇട്ടിട്ടില്ല, ചുക്കും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, നീ ഇതൊക്കെ പറഞ്ഞ് ചെയ്യാൻ നീ ഇവിടുത്തെ ഡോക്ടറാണോ? നീ എനിക്ക് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാൻ ഡോക്ടറല്ലല്ലോ, നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതിയെന്ന് പറയാം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ ഈ കോഫിയൊക്കെ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും തല ഒന്ന് കുനിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത് കാണിച്ചതൊക്കെയാണെന്നത്? അത് കയ്യിന് തട്ടിപ്പോയി. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? എൻ്റെ അമ്മ വർഷങ്ങൾ കൊണ്ട് എനിക്കറിയാമെന്നുള്ളത്. അമ്മ എന്തിനാണ് ഇങ്ങനെ രേവതി ഏട്ടത്തി വിഷമിപ്പിക്കുന്നത്? അമ്മയ്ക്ക് എപ്പം നോക്കിയാലും രേവതി ഏട്ടയെ വിഷമിപ്പിക്കുന്നത്. ശ്രുതി ചേച്ചി ഏട്ടത്തി ഇവിടെ ഇല്ലായിരുന്നോ? ഏട്ടത്തിക്കെങ്കിലും ഇത് പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ചെയ്യരുതെന്ന്. അത് പിന്നെ എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങനെ ശ്രുതി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതങ്ങ് വിട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ശ്രീകാന്തിനെ വിളിച്ചും കൊണ്ട് അങ്ങ് താഴോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് രേവതിയോട് പറയണേ, ഏട്ടത്തി എന്ത് ചെയ്യാനാണ്, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയാൽ അമ്മ ഇനി മാറ്റി തിരുത്താൻ ഒന്നിനും പറ്റില്ല. അമ്മയ്ക്ക് രണ്ടര പക്ഷം കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. ശ്രുതി ഏട്ടത്തിയെ ഇഷ്ടവും രേവതി ഏട്ടത്തിയെ ഇഷ്ടമില്ലായ്മയാണ്. അമ്മ എന്ത് ചെയ്താലും അമ്മയുടെ എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ല. ഇല്ല ശ്രീകാന്ത് എൻ്റെ തലവരെയാണ്, മറ്റൊന്നും ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി വിഷമത്തോടെ ശ്രീകാന്തിനോട് പറയുന്നു. പിന്നെ അവിടെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വർഷ ഫോൺ വിളിക്കുന്നു. വർഷ അവിടെ വന്നിട്ടാണ് ഫോൺ വിളിക്കുന്നത് കേട്ടോ. ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എവിടെയാണ് നിൽക്കുന്നത്? അത് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ ഞാൻ നിനക്ക് വേണ്ടി ഒരു കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് പുറകേന് വന്നിട്ട് വർഷയുടെ പുറകേന് വന്നിട്ട് ഫോണിനെ പിടിച്ച് വാങ്ങിയിട്ട് കൊള്ളാമല്ലോ. അങ്ങനെ അവർ തമ്മിലുള്ള റൊമാൻസും കാര്യങ്ങളാണ്. റൊമാൻസ് എന്ന് വെച്ചാൽ വേറത്തെ റൊമാൻസൊന്നും അല്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നത്. നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്ത് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് അതിനുള്ള കാശൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ വീട്ടിലെ നമ്മുടെ രേവതി ഏട്ടത്തിയെയും സച്ചിനെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല ഞാൻ, എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ആണല്ലോ. അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴും നമ്മുടെ വർഷയ്ക്ക് വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട്. എന്തിനാണ് ആ ചേച്ചി ഇങ്ങനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്, പാവമല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയും സച്ചിയുടെ കൂട്ടുകാരനാണ്. സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഓട്ടമൊന്നുമില്ല, അവൾ ചെയ്തു വെച്ച കാരണമാണ്, അല്ലെങ്കിൽ എത്ര ഓട്ടം കിട്ടിയാൽ എനിക്കിങ്ങനെ കടം വന്ന് കയറില്ലായിരുന്നു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടാ എന്തിനാടാ രേവതിയെ കുറ്റം പറയുന്നത്? എൻ്റെ മഹാനായ ഏട്ടൻ ചെയ്തു വെച്ചത് കൊണ്ടല്ലേ എനിക്ക് രേവതിയെ കെട്ടാനുള്ളൊരു ഗതി വന്നത്, അല്ലെങ്കിൽ എടാ അങ്ങനെ പറയരുത്. രേവതിയുടെ നിന്നെ കെട്ടിയത് നിൻ്റെ പുണ്യമാണ് രേവതിയെ എന്നാണ് നീ പറയാനുള്ളത്. ഈടാ കൊള്ളാമല്ലോ നിൻ്റെ കാര്യങ്ങൾ. രേവതിയെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നായകന് ഇഷ്ടമില്ല കേട്ടോ.
അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. ശ്രീകാന്ത് കേട്ടിട്ട് എന്താടാ നീ? അത് ഞാൻ ഏട്ടനെ കാണാൻ വന്നത്. എന്താണ് കാര്യം? അത് ഏട്ടാ, എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണെന്ന് പറ. ഏട്ടത്തിയോട് ഇങ്ങനെ പിണങ്ങിയിരിക്കരുത്. ഏട്ടത്തി പാവമാണ്, ഏട്ടത്തി നല്ല മനസ്സുള്ളവളാണ്. ഏട്ടത്തി നിമിത്തമാണ് ഏട്ടൻ ഇന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ അന്ന് ജയിലിൽ കിടന്നേനെ. ഏട്ടത്തി ഉള്ളത് കൊണ്ടല്ലേ അന്ന് പുറത്തിറങ്ങിയത്. ആ പാവം എന്തെല്ലാം അനുഭവിച്ചെന്നറിയാമോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ ഏട്ടത്തിയെ അവിടെ അമ്മ പെടുത്തുന്ന പാടുകളൊന്നും പറയാൻ പറ്റില്ല. അമ്മ ആ പാവത്തിന് ജീവനില്ലാതെ കൊല്ലുകയാണ്. ഏട്ടൻ്റെ സപ്പോർട്ട് മാത്രമല്ലേ ഏട്ടത്തിക്ക് ഉള്ളത്. അതുകൊണ്ട് മേലാൽ ഇങ്ങനെ ഏട്ടത്തിയോട് വിഷമിച്ചിരിക്കരുത്, പിണങ്ങിയിരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ റെസ്റ്റോറൻറ്റിലോട്ടിൽ വാ, നിങ്ങൾക്കൊരു പാർട്ടി ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ച് വെച്ചൊക്കെയാണ്. എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു വിഷമം വരുന്നു രേവതിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ.